കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദത്തെടുക്കുന്ന കാര്യം നടന്നില്ല എങ്കിലാണ് പ്രശ്നങ്ങൾ മുഴുവൻ. അതുകൊണ്ട് ഈ തീരുമാനം എടുത്തതേ അദ്ദേഹമാണ്. എനിക്ക് ആ തീരുമാനത്തോട് യോജിക്കണമെന്ന് തോന്നി അമ്മേ. കണ്ടോ എടുത്തിയവളെ, ഒരു ഭാവഭേദവും ഇല്ലാതെ അഹങ്കാരത്തോട് സംസാരിക്കുന്നേ. ഏട്ടത്തിവളോട് എത്ര സമാധാനത്തിൽ സംസാരിച്ചേ, പക്ഷെ ഇവൾ അഹങ്കാരത്തോടെയല്ലേ സംസാരിക്കുന്നേ. ഞാൻ ഇത് അഹങ്കാരത്തോടെ പറയുന്നതല്ല ഇളയമ്മ. അമ്മ പറയുന്നതിനോട് എതിർത്ത് സംസാരിക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. അല്ലാതെ പിന്നെ ഇതെന്താ? രാവിലെ അമ്മായി പറഞ്ഞതിനെല്ലാം തലയാട്ടിയിട്ട് ഇപ്പൊ തല നിവർത്തി സംസാരിക്കുന്നേ. ഇപ്പൊ പറഞ്ഞത് രാവിലെ പറയായിരുന്നില്ലേ, ഇപ്പൊ വന്ന് ഇങ്ങനെ പറഞ്ഞ അതിനെന്താ അർത്ഥം? തീർന്നുപോയ ഏട്ടത്തി, എല്ലാം തീർന്നു. ഏട്ടത്തിയുടെ ശക്തി, അധികാരം, സ്ഥാനമാനം, പാരമ്പര്യം, സംസ്കാരം എല്ലാം തീർന്നെടുത്തി. ഇനി മേലിൽ ഈ വീട്ടിൽ വസു പറയുന്നതായിരിക്കും നിയമം. ഏട്ടത്തിയുടെ വാക്കിന് മകൻ മാത്രമല്ല മരുമക്കള് പോലും ബഹുമാനം തരുന്നില്ല. അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഞാൻ എന്ത് കാര്യം ചെയ്താലും അതിന് പിന്നിലൊരു കാരണം ഉണ്ടാകുമെന്നുള്ള കാര്യം അതിപ്പോ മനസ്സിലായി കാണില്ലേ അമ്മയ്ക്ക്? എന്ന് വെച്ചെന്താ, നിന്നെപ്പറ്റി അറിയാമെന്ന് പറയായിരുന്നു. അത്രയ്ക്ക് വലിയ ആളാണോ നീ? നീ എന്ത് ചെയ്താലും ഞങ്ങള് ബൊമ്മയെ പോലെ തലയാട്ടണോ? നിന്റെ പിന്നാലെ ഞങ്ങള് വരണോ? ഇല്ലെങ്കിൽ നിനക്ക് കൊട പിടിക്കണോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇളയമ്മേ. നിന്റെ സംസാരം കേട്ട അങ്ങനെ തോന്നും. ഇളയമ്മ എന്നെ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മേ, ദത്തെടുക്കുന്ന കാര്യത്തെ പറ്റി അമ്മ ചിന്തിക്കുന്ന ഒരു ആപത്തുകളും നടക്കില്ലെന്ന് ഞാൻ അമ്മയ്ക്ക് ഉറപ്പു തരാം. ദത്തെടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചാലും അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം. എന്നെ വിശ്വസിക്കമ്മേ. ഓഹോ, അപ്പോ നിന്റെ അമ്മായിക്ക് ബുദ്ധി ഉപദേശിക്കാൻ മാത്രം ആളായോ നീ? ദത്തെടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കൂ. അപ്പോ നടക്കാൻ പാടില്ലാത്ത നടന്ന? ക്ഷമിക്കണമ്മേ, ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും പറഞ്ഞ് രണ്ട് കണ്ണീര് ഒലിപ്പിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാണോ നീ? ഈ പരിപ്പ് ഇവിടെ വേവില്ല മോളെ. എന്തിനാ ഇളയമ്മ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് ചിന്തിച്ചെടുക്കുന്നേ? പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ആവശ്യമില്ലാത്ത അമ്മയോട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ ഇളയമ്മേ. അയ്യോ അയ്യോ അയ്യോ, കേട്ടില്ലേ എടുത്തി ഈ അന്യായം? ഏട്ടത്തിയോട് ഞാൻ ഇല്ലാത്ത കാര്യങ്ങളാണോ പറയുന്നേ? നമുക്ക് രണ്ടുപേർക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാനിരിക്കായി ഈ മഹാറാണി. ഏട്ടത്തി ജീവിച്ചിരിക്കുമ്പോ എനിക്ക് ഇങ്ങനൊരു അപമാനം സംഭവിച്ചല്ലോ. എനിക്ക് ഇളയമ്മ വെറുതെ അപമാനപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. എന്റെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് മാപ്പ് ചോദിച്ചിട്ട് എന്ത് കാര്യം? 4 പേര് മുന്നിൽ വെച്ച് തല്ലിയിട്ട് അകത്ത് വന്ന് സോപ്പിട്ടിട്ട് എന്താ കാര്യം? എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇനി എനിക്ക് ജീവിച്ചിരിക്കണ്ട, വല്ല കിണറോ കുളോ കിട്ടുമോ നോക്കട്ടെ. പ്ലീസ് ഇളയമേ, നിങ്ങൾ ആവശ്യമില്ലാതെ ഈ കാര്യം വെറുതെ വഷളാക്കരുത്. അമ്മേ, ദയവേത് എന്നെ ഒന്ന് വിശ്വസിക്കണം. ദത്തെടുക്കുന്നതിലൂടെ ഒരു ആപത്ത് സംഭവിക്കില്ല. ഉണ്ണിയെ ദത്തെടുക്കുന്ന കാര്യം അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. എന്നെ കൊണ്ട് അദ്ദേഹത്തോട് എതിർത്ത് സംസാരിക്കാൻ കഴിയില്ല. അമ്മ എന്നോട് ക്ഷമിക്കണം. പെട്ടെന്ന് ഈ വസുവിന് എവിടുന്ന് കിട്ടിയ ധൈര്യം? എവിടുന്ന് വന്നു ഈ ധൈര്യം?
ആര് കൊടുത്തു ഇത്? എന്നോട് ക്ഷമിക്കണേ അമ്മേ. ദത്തെടുക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ ആപത്ത് വരും, വലിയ ആപത്ത് വരുമെന്നാ കൈനോട്ടക്കാര് പറഞ്ഞത്. അവരെന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറഞ്ഞു. അതുകൊണ്ടാ ഇതും സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ വീട്ടിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് സഹിക്കില്ല അമ്മേ. അതുകൊണ്ടാ അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന പോലെ സംസാരിച്ച്. എന്നോട് ക്ഷമിക്കണേ അമ്മേ. ഏട്ടത്തി, വസു തന്നെയാണോ ഇത്? അതോ ഇവൾക്ക് വല്ല പ്രേതബാധയും പിടികൂടിയോ? എത്ര ധൈര്യത്തോടെ സംസാരിച്ചിട്ട് പോയത്? ദത്തെടുക്കുന്ന കാര്യം നടക്കണോന്ന് ഏട്ടത്തോട് തറപ്പിച്ച് പറഞ്ഞിരിക്കുക. അപ്പോ തന്റെ മകനെ ഈ സ്വത്തിന് അവകാശിയാക്കണമെന്നും ഈ ആസ്തിക്കെല്ലാം യജമാനനാക്കണമെന്നും നമ്മളെ എല്ലാവരെയും അവളുടെ അടിമകളാക്കണമെന്നും വസു തീരുമാനിച്ച പോലെ ഉണ്ടല്ലോ ഏടത്തി. അവൾക്ക് അങ്ങനെ ഒരു വാശി ഉണ്ടെങ്കിൽ അത് നടക്കാൻ അനുവദിക്കില്ല ഞാൻ. എന്താ ഇത്? അവള് പോകുന്നത് വരെ മിണ്ടാതിരുന്നിട്ട് അവള് പോയതിന് ശേഷം സംസാരിക്കുന്നേ? ഈ ദത്തെടുക്കുന്ന കാര്യം എങ്ങനെ നടക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. എങ്ങനെയെന്ന് പറഞ്ഞ എങ്ങനെ എടുത്തി? എല്ലാം നല്ല ഉഷാറായിട്ട് നടക്കാൻ പോവല്ലേ? ദത്തെടുക്കുന്ന കാര്യം അത് നടന്നാലല്ലേ? അഭി തീരുമാനിച്ചതല്ലേ, അതിനെ നിർത്താൻ പറ്റുമോ? ഞാൻ അവന്റെ അമ്മയാ. ഉണ്ണിയുടെ അമ്മ ഏട്ടത്തിക്കെതിരാ. ആരെന്നെ എതിർത്താലും ശരി, ഈ ദത്തെടുക്കുന്ന കാര്യം നടക്കില്ല. അഭിയോട് പറഞ്ഞു, വസുവിനോട് പറഞ്ഞു, രണ്ടുപേരും നിരസിച്ചു. ഏട്ടനാണെങ്കിലോ വീട്ടിലും ഇല്ല. പിന്നെ ആരോട് പറഞ്ഞു ഈ കാര്യത്തിനൊരു തടയിടും? പറയേണ്ടവരുടെ അടുത്തൊക്കെ ഞാൻ പറയും. ഇവരാരോട് പറയാനാ? ആ, ഇവിടെ ആരെയാ നിനക്ക് ഏറ്റവും ഇഷ്ടം? അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ട, അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ട, അനുവിനെയും കീർത്തിയെ ഒരുപാട് ഇഷ്ട, അപ്പൂപ്പനെയും അമ്മൂമ്മയും വല്യച്ഛനെയും വല്യമ്മയും ചെറിയച്ഛനെയും ചെറിയമ്മയും സുമ അമ്മൂമ്മയും എല്ലാരും എനിക്കിഷ്ട. എല്ലാവരെക്കാളും നിന്റെ അമ്മയെയല്ലേ നിനക്ക് കൂടുതൽ ഇഷ്ടം? എനിക്ക് അങ്ങനെയൊന്നുമില്ല അമ്മൂമ്മ, എല്ലാരെയും പോലെ തന്നെ എനിക്ക് അമ്മയും. ഞാൻ ഒന്നും വിചാരിക്കില്ല ഉണ്ണി, സത്യം പറ. അത് അമ്മ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാ അമ്മൂമ്മ. അഭയം ഇങ്ങനെയായിരുന്നു. അവൻ എന്നെ ഒരുപാട് ഇഷ്ടമാ. നിന്നെപ്പോലെ കുട്ടിക്കാലം മുതൽ ഈ അടുത്ത കാലം വരെ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു. ഞാൻ പറയുന്നതിന് എതിർത്ത് സംസാരിക്കേയില്ലായിരുന്നു. ഞാനും അങ്ങനെ തന്നെ അമ്മൂമ്മ. അമ്മ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും, എതിർത്തൊന്നും പറയില്ല. നിന്നോട് പറയുന്നത് കേട്ടില്ല എങ്കിൽ നിന്റെ അമ്മയ്ക്ക് ദേഷ്യം വരില്ലേ? അതെ, വരും. അമ്മയുടെ വാക്കിന് എതിർത്ത് സംസാരിച്ച അമ്മയ്ക്ക് വളരെ നന്നായി ദേഷ്യം വരില്ലേ? വളരെ നന്നായിട്ട് ദേഷ്യം വരും അമ്മൂമ്മ. അപ്പോ നിന്റെ അമ്മ എന്ത് ചെയ്യും? ആദ്യം എന്നോട് ദേഷ്യപ്പെടും, പിന്നെ നല്ലോണം വഴക്ക് പറയും. അതിനുശേഷം എന്നോട് സംസാരിക്കുന്നത് അങ്ങ് നിർത്തും. അപ്പോ എന്റെ മകൻ ഞാൻ പറയുന്നത് കേൾക്കാതെ എന്നോട് എതിർത്ത് സംസാരിക്കുകയാണെങ്കിൽ ഞാനെന്ത് ചെയ്യണം? അമ്മൂമ്മ പറയുന്നത് അച്ഛൻ കേൾക്കാറുണ്ടല്ലോ. ഇപ്പൊ കേൾക്കാറില്ല. അത് മാത്രമല്ല, ഞാൻ പറയുന്നതിനൊക്കെ എതിരും പറയുന്നുണ്ട്. ഉണ്ണിയെ ഞാൻ ദത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എന്റെ പേര് വരും.
അവന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എന്റെ പേര് അപ്ഡേറ്റ് ആവും. അങ്ങനെയല്ല അബി. അമ്മേ പ്ലീസ്, ഇതിനെക്കുറിച്ച് ഇനി ആരും സംസാരിക്കണ്ട. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ ഉണ്ണി? നിന്റെ അച്ഛനെ ഞാൻ വഴക്ക് പറയണോ അതോ അവനോട് മിണ്ടാതെ ഇരിക്കണോ? വേണ്ട അമ്മൂമ്മ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാനങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്ന് നിന്റെ കയ്യിലാ മോനെ ഉള്ളത്. എന്റെ കയ്യിലോ? അതെ അബി, എനിക്ക് മകനാണെങ്കിൽ നിന്റെ അച്ഛനാ. അനുവും കീർത്തിയും എനിക്ക് പേരക്കുട്ടികളാണെങ്കിൽ നിനക്ക് അനിയത്തിമാരാ. നീയും എന്റെ പേരക്കുട്ടിയാ. ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. നിന്നെ ഈ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമാണ് ഉണ്ണി. പക്ഷേ നിന്റെ അച്ഛൻ നിനക്കിവിടെ എന്തോ കുറവുള്ളതുപോലെ നിന്നെ ദത്തെടുക്കണമെന്ന് എന്നോട് പറയുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ എനിക്കതിൽ താല്പര്യമില്ല. ഈ കാര്യം നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞതാ, നിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞതാ. പക്ഷേ അവരെന്റെ വാക്ക് കേൾക്കാതെ ഫംഗ്ഷൻ ചെയ്തേ മതിയാവൂന്നാ പറയുന്നേ. ഫംഗ്ഷൻ നടന്ന പ്രശ്നങ്ങളായിരിക്കും മുഴുവൻ. നിനക്കത് വേണോ? നീ നിന്റെ അമ്മയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ എനിക്കും എന്റെ പേരക്കുട്ടികളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വീട്ടിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും അങ്ങനെ ഇരിക്കണമെങ്കിൽ അത് നിന്റെ തീരുമാനം പോലെ ഇരിക്കും നീ. എല്ലാവരും ഹാപ്പിയായിരിക്കണോ അതോ വഴക്കുണ്ടാക്കണോ? നീ തന്നെ തീരുമാനിക്ക. അവനൊരു നല്ല കാര്യം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ആ കാര്യത്തിന് എങ്ങാനും തടസ്സം വന്നാൽ ചിലപ്പോ ജീവന് തന്നെ ആപത്ത് സംഭവിച്ചേക്കാം. നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? അവരെന്ത് ചെയ്താലും നിനക്കെന്താ? അമ്മയാണെങ്കിൽ മടക്കി വെച്ച തുണി തന്നെ വീണ്ടും വീണ്ടും മടക്കി വെക്കുന്നു. ഇതിനും മാത്രം എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അവരെന്ത് ചിന്തിച്ചാലും നമുക്കതിന്റെ ആവശ്യമില്ല. ഇവർക്ക് നമ്മളെ കുറിച്ച് ഒരു ചിന്തയുമില്ല. ഉണ്ണിയെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. നമ്മുടെ കാര്യം ആരും നോക്കില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണം. ഇല്ല അനു, നിങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട്. അതെ അനു, ഉണ്ണിച്ചേട്ടൻ എപ്പോഴും നമ്മുടെ കാര്യം മാത്രമേ ആലോചിക്കാറുള്ളൂ. അങ്ങനെയൊന്നും അല്ല. ഉണ്ണി അവന്റെ അമ്മയുടെ കാര്യം മാത്രമേ നോക്കൂ. അവന്റെ അമ്മ ഉണ്ണിയുടെ കാര്യങ്ങൾ മാത്രമേ നോക്കൂ. നമ്മുടെ കാര്യങ്ങൾ അച്ഛൻ പോലും ഇപ്പൊ നോക്കാറില്ല. എന്തൊക്കെയാ ഈ പറയുന്നേ? അച്ഛൻ എല്ലാവരെയും ഒരുപോലെയല്ലേ നോക്കുന്നേ? അതെ അനു, എന്നെ നോക്ക്. ഞാൻ എപ്പോഴും നിങ്ങളെ പറ്റി തന്നെ ആലോചിക്കുന്നത്. ഞാൻ ഈ ദത്തെടുക്കുന്ന കാര്യത്തിൽ പോലും പങ്കെടുക്കുന്നില്ല. നീ എന്താ ഉണ്ണി പറഞ്ഞേ? അതല്ല അമ്മ, എനിക്ക് ആ ഫംഗ്ഷൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. എന്താ അത് ഇഷ്ടമില്ലാത്ത? എന്തിനാ ഏതിനാന്നൊന്നും ചോദിക്കാതെ അമ്മ. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. മനസ്സിലായോ?
വർക്ക് ഞാൻ ചെയ്തുതരാം. ഇനി തന്നെ അതിന്റെ ആവശ്യമില്ല. എനിക്ക് താനു. കൈവിട്. അനുവിനിപ്പോ ഭയങ്കര ദേഷ്യമാണ് ഉണ്ണി. ചേട്ടൻ വെറുതെ ഫീൽ ആവണ്ട. ആ ഫംഗ്ഷന് ഞാൻ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞതാണല്ലോ, പിന്നെ എന്തിനാ ഈ ദേഷ്യം? അവൾ അങ്ങനെയാ. ഞാൻ പോയി അവളുടെ അടുത്ത് സംസാരിക്കാം. അനുവിന് വേണ്ടിട്ടാണോ നീ ഇത് വേണ്ടെന്ന് പറയുന്നത് ഉണ്ണി? വേറെ ആർക്കും വേണ്ടി പറഞ്ഞതല്ല അമ്മ. എനിക്കിതിലെ താല്പര്യമില്ല. ഈ ചടങ്ങ് നിനക്ക് വേണ്ടിട്ടാ നടത്തുന്ന ഉണ്ണി, വേണ്ടെന്ന് പറയരുത്. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്തുകൊണ്ട്? എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? വേണ്ടെന്ന് പറഞ്ഞ വേണ്ടെന്നാ. ആ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യ്. ഇത് നിന്റെ അച്ഛന്റെ തീരുമാനം. എന്നെ കൊണ്ട് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വേണ്ടെന്നല്ലേ പറഞ്ഞത്. അതമ്മ അച്ഛനോട് പോയി പറ. അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ചടങ്ങ് നടക്കുന്നത് കൊണ്ട് നിനക്കും എനിക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന. പക്ഷെ അത് നടന്നില്ലെങ്കിൽ ആപത്ത് നടക്കും. എന്തൊക്കെ നടന്നാലും ശരി, ഞാൻ ഈ ഫംഗ്ഷന് പങ്കെടുക്കില്ല. വെറുതെ വാശ കാണിക്കാതെ ഉണ്ണി. നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നിന്റെ അച്ഛൻ നിനക്കിവിടെ എന്തോ കുറവുള്ളതുപോലെ നിന്നെ ദത്തെടുക്കണമെന്ന് എന്നോട് പറയുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ എനിക്കതിൽ താല്പര്യമില്ല. എന്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. നിനക്കിത് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഈ ഫംഗ്ഷൻ നടന്നേ തീരൂ ഉണ്ണി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പുറത്തേക്ക് പോകും. ഫംഗ്ഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാനിവിടെ നിൽക്കൂ. ഞാനിവിടെ നിൽക്കണോ വേണ്ടെന്ന് അമ്മ തന്നെ തീരുമാനിച്ചോ. ഉണ്ണി, ഉണ്ണി.
മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു, മന്ദാരമാലർ കൊണ്ടു ശരം തോടുത്തു, മാറിലോ എന്റെ മനസ്സിലോ. എവിടെ എവിടെ എന്റെ പ്രിയതമൻ എവിടെ എവിടെ അയ്യോ, എന്റെ പ്രിയതമൻ എവിടെ, എന്റെ മന്മഥൻ എവിടെ എവിടെ നിങ്ങളുടെ അരോചക പ്രേമം കണ്ട് ഓടിപ്പോയതാ. രാത്രി ഉറക്കത്തിൽ സ്വപ്നം കാണുന്നതിന് അർത്ഥമുണ്ട്. പകൽ എന്തിനാ സ്വപ്നം കാണുന്നേ? രാത്രി ആയാലും പകലായാലും സ്വപ്നങ്ങൾ മാത്രമേ എനിക്ക് കൂട്ടുള്ളൂ. എന്റെ ജീവിതം മുഴുവൻ സ്വപ്നം കണ്ടു തീരുമെന്നാ എനിക്ക് തോന്നുന്നത്. ഓൾറെഡി നിങ്ങൾ ഹാഫ് മെന്റൽ ആണെന്ന് അഖിൽ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഒരു സീനും കൂടി അവൻ കണ്ടിരുന്നെങ്കിൽ പ്രാന്ത് മൂത്തെന്ന് വിചാരിച്ച് ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ ആന്റിയെ കൊണ്ടാക്കിയേനെ. ശരി ശരി, നീ എന്തിനാ വന്നേന്ന് പറ. ഒരു ഗുഡ് ന്യൂസ്. എന്താണെന്ന് ഗസ് ചെയ്തേ? നിന്റെ അമ്മ എനിക്ക് വല്ല അരഞ്ഞാണ് വല്ല വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ടോ? അരഞ്ഞാണോ? പട്ടിക്കിടുന്ന ചങ്ങലയാ വേണ്ടത്. വേറെന്ത് ഗുഡ് ന്യൂസാ? ചടങ്ങ് നടത്താൻ പാടില്ലെന്ന് ഉണ്ണി വസുവേട്ടത്തിയോട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു. ഓ, ഇതാണോ ഇത്രയും വലിയ കാര്യം? ആ, എന്താ ഇത്? ഇത്രയും വലിയ ഗുഡ് ന്യൂസ് പറഞ്ഞപ്പോ എക്സൈറ്റ്മെന്റിൽ തുള്ളിച്ചാടൂന്ന് വിചാരിച്ച. ഇത് നേരത്തെ പ്രതീക്ഷിച്ച പോലെയാണല്ലോ സംസാരിക്കുന്നേ. ഇത് നേരത്തെ അറിയാവുന്നത് കൊണ്ട് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ആ, അപ്പോ ഉണ്ണി നേരത്തെ എങ്ങനെ പറയുമെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നല്ലേ? അറിയാം. എങ്ങനെ അറിയാം? നിങ്ങൾക്ക് ജ്യോതിഷം നോക്കാൻ അറിയാവോ? അങ്ങനെ അല്ലെങ്കിൽ ഓജോ ബോർഡോ കൈനോട്ടോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്താ എന്താടി എന്നെ കണ്ട കൈനോട്ടക്കാരിയെ പോലെ തോന്നുന്നുണ്ടോ നിനക്ക്? അതിനേക്കാളും മോശമായിട്ടാ എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം എങ്ങനെയാ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നേ? ഓ, ഇതൊന്നും വലിയ രഹസ്യമൊന്നല്ലടി. ഫംഗ്ഷൻ വേണ്ടാന്ന് നിന്റെ അമ്മായി അബിയോട് പറഞ്ഞു. അബി അത് കേട്ടില്ല. വസുവിനോട് പറഞ്ഞപ്പോ അവളും അത് കേട്ടില്ല. ഇനി ആരോട് പറഞ്ഞ് ഈ ഫംഗ്ഷൻ തടയാൻ പറ്റൂന്ന് നിന്റെ അമ്മായി ആലോചിച്ചിട്ടുണ്ടാവും. നിന്റെ അമ്മാവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നോട് എന്നോട് പറയേണ്ട കാര്യേ ഇല്ല. ഭാസ്കരനോടോ ഭാവനയോടോ അഖിലിനോടോ പറഞ്ഞാലും അവർ അബിയെ എതിർത്തൊന്നും പറയില്ല. അനുവും കീർത്തിയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളതാരാ? ആ ഉണ്ണി മാത്രമാണ്. അപ്പോ അമ്മ ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ടാവുന്നാണോ? ഉറപ്പായിട്ടും അവൻ സമ്മതിച്ച ബസുവിനെ സമ്മതിപ്പിക്കും. അവൻ തന്നെ വേണ്ടാന്ന് പറയുമ്പോ അബി പിന്നെ ആരെ വെച്ച് ഫംഗ്ഷൻ നടത്തും? അമ്മയെ ഞാൻ വില കുറച്ചാ കണ്ടിരുന്ന ആന്റി. പക്ഷെ അവര് വലിയ ബുദ്ധിശാലിയാ. നിന്റെ അമ്മായിക്ക് ബുദ്ധിയില്ലാന്ന് ഇവിടെ ആരാടി പറഞ്ഞത്? പിന്നൊരു കാര്യം, എന്റെ അത്രയും ബുദ്ധിയൊന്നുമില്ല. ഈ നോട്ടത്തിന്റെ അർത്ഥം? നിങ്ങൾക്കും ബുദ്ധിയൊക്കെ ഉണ്ടോ? എന്താ, എനിക്കില്ലെന്നാണോ? അഖിലിനോടൊന്ന് 5 മിനിറ്റ് സംസാരിച്ചു നോക്ക്. അപ്പൊ അറിയാൻ പറ്റും നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോന്ന്. എന്തായാലും അവനോട് സംസാരിക്കാൻ ഇത്തിരി പാടാ. നീ എന്തൊക്കെയോ അവനോട് സംസാരിക്കുന്നുണ്ട്. എന്നാലും നീ സംസാരിക്കുന്നത് മുഴുവൻ ദേഷ്യത്തോടാണെന്നേ ഉള്ളൂ. എന്റെ കാര്യം അവിടെ നിക്കട്ടെ ആന്റി. ഉണ്ണി പറഞ്ഞാലും വസുവേട്ടത്തി പറഞ്ഞാലും അഭിയേട്ടൻ പിടിവാശിക്കാരനാ. എന്താന്ന് വെച്ചാ അഭിയേട്ടൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാ പിന്നെ പുറകോട്ടില്ല.